ഹലോ, വെൽക്കം ടു മൈ സ്റ്റഡി ടൈം. അപ്പം ഇന്ന് എൻ്റെ ഒരു ടാർഗറ്റ് 1 ഹവറിൽ കുറച്ച് കറണ്ട് അഫേഴ്സും 2024 കറണ്ട് അഫേഴ്സും പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് SCERTയുമായിരുന്നു ഇന്ന് എൻ്റെ പ്ലാൻ. അതുപോലെ തന്നെ ഞാൻ 2024 ജനുവരിയിൽ കറണ്ട് അഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സൊക്കെ ആക്കിയിട്ടായിരുന്നു ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഷോർട്ട് നോട്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പിന്നെ അത് നോക്കുമ്പം കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിൽ വന്നിട്ട് നമുക്ക് പറ്റും. പിന്നെ കുറച്ച് നേരം നോട്ട് എഴുതിയപ്പോഴേക്ക് എൻ്റെ മോൻ എണീച്ചു. പിന്നെ പഠിക്കാനും ഓനും കൂടി ഒരു വിധത്തിലും എന്നെ നോട്ട് എഴുതാനും ഫോൺ നോക്കാനും ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ PDF ഇങ്ങനെ ഒരുപാട് നേരം സ്ക്രോൾ ചെയ്തിട്ട് വായിക്കാൻ തുടങ്ങി. ഞാൻ വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ടെലിഗ്രാം പേജിൽ നിന്ന് അവരുടെ PDF നോക്കിയിട്ടാണ് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് നേരം കറണ്ട് അഫയേഴ്സ് ജനുവരി കുറച്ച് നോക്കി തുടങ്ങി. അതിൽ വേണ്ട ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് എഴുതി. പിന്നെ മോൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം അതങ്ങനെ വായിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഒരുപാട് വട്ടം വായിച്ചു. പിന്നെ അത് കുറച്ച് 2-3 വട്ടമായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യുമ്പം ഏകദേശം നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ റിപ്പീറ്റേഷൻ വീണ്ടും വായിക്കുക. അപ്പം അങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ കാണുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ഓർമ്മയും കിട്ടും. നമ്മുടെ ബ്രെയിൻ അവിടെ കുറച്ചും കൂടി വർക്ക് ചെയ്യുകയും ചെയ്യും. എനിക്കിന്ന് നോട്ട് എഴുതാനുള്ള യാതൊരു സമയവും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഏറ്റവും വേണ്ട നോട്ട്സ് മാത്രമാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നേരം ഇങ്ങനെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക. കുറേ പേജ് അത്യാവശ്യം ഏകദേശം ഒരു 10 പേജോളം ഞാൻ കറണ്ട് അഫേഴ്സ് 2024 ജനുവരി ഒരുപാട് നേരം വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ SCERT 5th സ്റ്റാൻഡേർഡിലെ 1ഉം 2ഉം ചാപ്റ്റർ തീർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അത്യാവശ്യം വേണ്ട നോട്ട്സ് എഴുതിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1ഉം 2ഉം നോട്ടിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അത് വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തൊന്ന് വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലെനിക്ക് അധികം സമയം ചെയ്യാൻ കിട്ടിയിട്ടില്ല. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒന്നും വായിക്കാൻ സമയം കിട്ടിയില്ല. അത് ഞാൻ ഇനി എന്തായാലും നാളെ കവറപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്രയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു 1 ഡേ സ്റ്റഡി വ്ളോഗ്. താങ്ക് യു.